എന്റെ അമ്മേ, തിരുവനന്തപുരത്തെ റോഡൊക്കെ കണ്ടില്ലേ മക്കളെ, മിനാന്ന് കിടക്കുന്നു. വികസനം വന്നിറങ്ങിയേക്കുന്നു. ആഹാ അന്തസ്. അപ്പൊ ദേ വരുന്നു നമ്മുടെ സ്വന്തം എട്ടുകാലി മമ്മൂ ഞാശാന്മാര്. ഇത് ഞമ്മന്റെ ഐഡിയ, ഞമ്മന്റെ വേർപ്പ്, ഞമ്മന്റെ റോഡ് എന്നൊക്കെ പറഞ്ഞ് നെഞ്ചും വിരിച്ചൊരു വര ഉണ്ട്. ഹോ, കേട്ടാ തോന്നും ഇവര് പിക്കാസും മൺവെട്ടിയും എടുത്ത് നേരം വെളുക്കണ വരെ റോഡ് പണിതതാണെന്ന്. സംഗതി എന്താണെന്നറിയാവോ? അങ്ങ് കേന്ദ്രത്തിൽ വെങ്കയ്യ നായിഡു മന്ത്രിയായിരുന്നപ്പോ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് സ്മാർട്ട് റോഡ് ഐഡിയ ഇവിടെ എന്നേ ഇറക്കിയതാ. ഫണ്ടും കൊടുത്തു. ഇനി ദേശീയപാതയുടെ കാര്യത്തിൽ നോക്കിയാലോ, ഗഡ്കരി കേരളം അടിമുടി മാറ്റും എന്ന് പറഞ്ഞ് ഫണ്ടും പ്ലാനും കൊടുത്ത് പണി അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഇവിടെ പണി കഴിയുമ്പോഴേക്കും ചിലർ വന്നിട്ട് ആ വലയുടെ നടുക്ക് ഒരു ബോർഡ് അങ്ങോട്ട് വെക്കും. നിർമ്മാണം എട്ടുകാലി മമ്മൂഞ്ഞി ആൻഡ് സൺസ്. ഐഡിയ ഞങ്ങളുടേത്, ബാക്കിയൊക്കെ സൈഡ്. അതുപോലെ തന്നെയാ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ കഥയും. കേന്ദ്രം സഹായം കൊടുക്കും, തടസ്സങ്ങൾ മാറും, ലോക നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ പ്ലാൻ ഇടും. കപ്പൽ അടുക്കാറാവുമ്പോഴേക്കും ചില മമ്മൂഞ്ഞിമാർ വന്നിട്ട് നൈസായിട്ട് പറയും, ഓ ഈ കപ്പലിന്റെ ഡിസൈൻ ഞാനാ വരച്ചത്, കാറ്റ് പിടിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ പിന്നെ കപ്പൽ കരയ്ക്കടക്കൂ. ഈ സ്മാർട്ട് റോഡിന്റെ ലൈറ്റ് കത്തുന്നത് കണ്ടില്ലേ മക്കളെ? അത് കണ്ട് നമ്മുടെ മമ്മൂഞ്ഞിമാർ പറയും, കണ്ടോ ഞമ്മള് ഫ്യൂസ് കെട്ടിയതിന്റെ മിടുക്ക്. ദേശീയപാതയിലെ ടോൾ ബൂത്ത് കാണുമ്പോ പറയും, ഈ ടോളിന്റെ ഐഡിയ ഞമ്മടേതാ, അല്ലെങ്കിൽ പിന്നെ വണ്ടികളൊക്കെ എങ്ങനെയും കേറിപ്പോവില്ലേ. എന്തൊരു വിനയം. അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്ത തവണ ഈ മിനുമിനുത്ത റോഡിൽ കൂടി പോകുമ്പോ, അല്ലെങ്കിൽ ദേശീയപാതയിലൂടെ ചീറിപ്പായുമ്പോ, അതുമല്ലെങ്കിൽ വിഴിഞ്ഞത്തൊരു കപ്പൽ കാണുമ്പോ ആരെങ്കിലും വന്ന് ഇത് ഞമ്മളാണ് ഭായി, ഞമ്മള് വിചാരിച്ചോണ്ടാ ഇതൊക്കെ നടന്നത് ഏത് എന്ന് നെഞ്ചും വിരിച്ചൊരു ഡയലോഗ് അടിച്ചാ മനസ്സിലൊരു ലഡു പൊട്ടിച്ചിട്ട് ഒരൊറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കണം. അല്ല സാറേ, ഈ എട്ടുകാലി വല കെട്ടണ പോലെയാണോ ഈ പ്രോജക്റ്റ് ഒക്കെ? അതോ കേന്ദ്രം ഫണ്ടിന്റെ ചാക്ക് അങ്ങോട്ട് തരുമ്പോ ഇങ്ങോട്ട് ക്രെഡിറ്റിന്റെ ലോറി കയറ്റി വിടുവാണോ?